ഹലോ, ഇന്ന് നമുക്ക് ഷവർമയുടെ ടേസ്റ്റിലുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഷവർമ ടേസ്റ്റിലുള്ളൊരു സ്നാക്ക് ആണെങ്കിൽ ഇതിലോട്ട് ചിക്കൻ ഒന്നും അല്ല കേട്ടോ ചേർക്കുന്നത്, മുട്ട വെച്ചിട്ടാണ് ഈ ഷവർമ ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മയോണൈസ് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ ഷവർമയിലൊക്കെ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് ചിക്കന് പകരം മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ മയോണൈസിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ മുട്ട നേരത്തെ തന്നെ കുക്കറിൽ പുഴുങ്ങി വെച്ചതുകൊണ്ടാണ് കേട്ടോ ഈ കളറിലൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ ചേർക്കേണ്ടത് ക്യാബേജ് ആണ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ സവാള 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി, ഇതെല്ലാം വേണമെന്നൊന്നുമില്ല. പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ആണ് ഉള്ളത് വെച്ചാൽ എടുക്കുന്നത് കുറച്ച് കൂടുതൽ എടുത്താലും മതി. ഞാനിപ്പോൾ കുക്കുംബറും എടുത്തിട്ടുണ്ട്, അതും 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പൊടിയായി അരിഞ്ഞ കുറച്ച് മല്ലിയില, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഈ എല്ലാ വെജിറ്റബിൾസും വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആയാലും മതി. അപ്പോൾ കുറച്ചെടുക്കുന്നത് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതി, അല്ലാതെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവാവുന്നത് വരെയാണ് നമ്മൾ ബ്രെഡ് ഇട്ട് കുഴച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ 8 ബ്രെഡും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. കയ്യിൽ വെച്ച് നല്ലപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിപ്പോൾ ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റിയല്ലോ, അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല പോലെ ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. കാരണം ഇത് പ്രത്യേകിച്ച് കുക്കാവാനൊന്നുമില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ മുട്ട ചേർക്കാൻ. അപ്പോൾ മുട്ട ആയതുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഷവർമ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി ഷവർമ സ്നാക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മൾ മുട്ട ചേർത്തതിന് പകരം ഇതുപോലെ ചിക്കൻ ചേർത്തിട്ടും ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഈ ഈസി സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.